ഹായ് എവരിവൺ. ഇന്ന് ജൂലൈ 22 അപ്പം ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നേരെ നമുക്ക് നിഫ്റ്റിയിൽ പോകുന്ന സമയത്ത് ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ വന്നത്. ഓൾമോസ്റ്റ് ഒരു 50 to 70 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് രാവിലെ സംഭവിച്ചത്. ബട്ട് അത് കഴിഞ്ഞ് മാർക്കറ്റ് സഡൻ ആയിട്ട് ഈവൻ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന പ്രീവിയസ് ഡേയിന്റെ സപ്പോർട്ട് അത് മാർക്കറ്റ് ഇല്ലെങ്കിൽ പ്രീവിയസ് ഡേയിന്റെ ലോ മാർക്കറ്റ് പ്രോപ്പറായി ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താണ് കണ്ടത്. അത് കഴിഞ്ഞ് നേരെ ഓൾമോസ്റ്റ് 24,000 മാർക്കറ്റ് പിന്നെ എൻഡ് ചെയ്യുന്നത്. ഇവൻ എൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെയാണ് പ്രോപ്പറായ ഒരു സപ്പോർട്ട് എടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 130 പോയിന്റ്സിന്റെ മാർക്കറ്റ് ഒരു ഫോളാണ് ഇന്ന് രാവിലെ തന്നെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ആ ഒരു 24,000 അടുത്ത് തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയും തിരിച്ചു കയറാൻ ശ്രമിക്കുകയും പിന്നെയും തിരിച്ചു വരുകയും ആ ഒരു ഏരിയയിൽ തന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് പിന്നെ കാണാൻ സാധിച്ചത്. രാവിലത്തെ ഒരു 15 മിനിറ്റ്സിന്റെ ഫോളാണ് രാവിലെ തന്നെ ഉണ്ടായത്. ഓൾമോസ്റ്റ് 24,000 വരെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. മേജർ കാരണം എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഉള്ള കൺസേൺസ് തന്നെയാണ്. ക്രൂഡ് ഓയിൽ കുറച്ചും കൂടെ ഓൾമോസ്റ്റ് 90s എബോ ഒക്കെ റീച്ച് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറന്റ് ട്രേഡ് ചെയ്യുന്നത് 91 റുപ്പീസിലാണ്, $91 കറന്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 90സിന്റെ ഇന്നലൊക്കെ 86, 87 ആ റേഞ്ച് ആയിരുന്നു. ബട്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്ന 90സിന്റെ എബോയിലാണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് മെയിൻ കൺസേൺ. നിഫ്റ്റിന്റെ മെയിൻ കൺസേൺ അത് തന്നെയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് വളരെ ശക്തമായ ഒരു ഫോള് രാവിലെ തന്നെ വന്നതും അത് കഴിഞ്ഞ ഒരു സൈഡ് വേസ് മൂവ്മെന്റിലും മാർക്കറ്റ് പോയത്. അപ്പം മേജറായി ഇന്ന് ഏതൊക്കെയാണ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഇതാണ് ബ്രോഡർ മാർക്കറ്റ് ആണ് മേജറായി ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ബാങ്ക് നിഫ്റ്റി 1% ഫോളോ ചെയ്തു. അതേപോലെ മിഡ് ക്യാപ്പ് 1%, സ്മോൾ ക്യാപ്പ് 1.3%. മേജറായി വന്ന സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ സെക്ടർ ഓൾമോസ്റ്റ് 2.68% ആണ് ഫോളോ ചെയ്ത്. റിയാലിറ്റി ആണെങ്കിലും 2.6% ആണ് ഇന്ന് മീഡിയ സെക്ടറിലും അതേപോലെ റിയാലിറ്റി സെക്ടറിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മേജറായി കൺസേൺ ഞാൻ പറഞ്ഞല്ലോ ക്രൂഡ് ഓയിൽ തന്നെയാണ്. അപ്പം നിഫ്റ്റിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നാളത്തേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് കറന്റ്ലി ഇവിടെ നോക്കാം. മേജറായ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ സപ്പോർട്ട് തന്നെയാണ് 24,000 എന്ന് പറഞ്ഞ സൈക്കോളജിക് ലെവൽ തന്നെയാണ്. അത് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പിന്നെയും താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവല് 23,800 ആണ്. 23,800 ആണ് മേജറായ സപ്പോർട്ടായിട്ട് കിടക്കുന്നത്. 23,800 ലെവലാണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസസ് ആണ് ഇപ്പം കറന്റ്ലി കാണുന്നത്. അപ്പം ക്രൂഡ് ഓയിൽ അതേപോലെ ഇൻക്രീസ് ആകുന്നതുകൊണ്ട് അതേപോലെ മാർക്കറ്റ് ആണെങ്കിൽ താഴോട്ട് 23,800 ലെവലിലാണ് അടുത്തൊരു സപ്പോർട്ട് ഉള്ളത്. ഓക്കെ, നിഫ്റ്റിയിലാണെങ്കിൽ ദെൻ കമ്പയറിങ് ഹിയർ ഇന്ന് മേജറായിട്ട് പെർഫോം ചെയ്ത രണ്ട് സ്റ്റോക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റോക്സ് ഡ്രാഗേഴ്സും അതേപോലെ വിന്നേഴ്സും. ഓക്കെ, നല്ല രീതിയിൽ മൂവ് ചെയ്തതും ഇന്ന് ഡാറ്റ പാറ്റേൺ ഓൾമോസ്റ്റ് 12% ആണ് ഇന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബന്ധൻ ബാങ്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് 16%. അപ്പോൾ ബന്ധൻ ബാങ്കിലാണെങ്കിൽ ഇന്നലെ ആക്ച്വലി അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് കുറച്ചും കൂടെ ഒരു വീക്കർ സ്റ്റേജിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെയും നല്ല രീതിയിൽ തന്നെ ബന്ധൻ ബാങ്ക് താഴോട്ട് വീഴുകയാണ് കണ്ടത്. ഓക്കെ, ഈവൻ ഫിനാൻസ് ആണെങ്കിലും PSU ബാങ്ക് തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് ആണെങ്കിലും ഇന്ന് നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം IT വലിയ രീതിയിൽ ഫോളോ ചെയ്തിട്ടില്ല, കുറച്ച് പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിയ ഇന്ന് നെഗറ്റീവിൽ തന്നെയാണ് ITയും എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കറന്റ്ലി നമുക്കുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,800 ആണ് കറന്റ്ലി ഒരു സപ്പോർട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനിയൊരു 200 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം മേജറായ സപ്പോർട്ട് എടുക്കാൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഏതാന്ന് പറഞ്ഞാൽ 2450 ഇന്നത്തെ ഒരു മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു, അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്തു. ആ ഒരു ലെവൽ തന്നെയാണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവൽ. അതേപോലെ അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 24,200 ആണ് അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, അപ്പം ഈ ലെവൽസുകൾ വാച്ച് ചെയ്യുക. ഈ ലെവൽസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോകുകയാണെങ്കിൽ ബുള്ളിഷ് എൻട്രീസ് നോക്കുക. അതല്ല ഇപ്പം കറന്റ്ലി 24,000 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരുവാണെങ്കിൽ അപ് ടു 23,800 വരെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. 23,800 വരെ. ഓക്കെ, അപ്പം ഇതാണ് കറന്റ്ലി ഉള്ള മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ്. മാർക്കറ്റ്
ഗ്ലോബൽ സിനാരിയൊക്കെ അനുസരിച്ച് തന്നെ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ കൺസേൺ നല്ല രീതിയിൽ കൺസേൺ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് 90s എബോവിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയും മാർക്കറ്റ് ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി കുറച്ചും കൂടെ താഴോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.